ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ 1-ാം അധ്യായം 1-ാം തിരുവചനം നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. അവിടെ പ്രകാരമാണ് പറയുന്നത്, ഇവൻ അത്രേ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? 3 കാര്യങ്ങളാണ് അവിടെ എടുത്തു പറയപ്പെടുന്നത്. ഒന്നാമതായി പറയുന്നത്, ദുഷ്ടരുടെ ഉപദേശത്തിൽ നടക്കാത്തവൻ. ദുഷ്ടർ എപ്പോഴും ഉപദേശം നൽകുന്നത് ദുഷ്ടതയിലേക്കായിരിക്കും. സുഹൃത്തുക്കളിൽ ദുഷ്ടതയുണ്ടെങ്കിൽ അവൻ ദുഷ്ടമാർഗത്തിലേക്ക് നമ്മളെ നയിക്കും. അത് ഒരുപക്ഷെ പലതിനെയും അടിമയാക്കി മാറ്റാം. പുകവലിയുടെ, മദ്യപാനത്തിൻ്റെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മോശമായ ചിത്രങ്ങൾ കാണുക, പക്വതയില്ലാത്ത ജീവിതം നയിക്കാനുള്ള, പ്രകൃതി വിരുദ്ധമായ ജീവിതം നയിക്കാനുള്ള കാര്യങ്ങളിലേക്കെല്ലാം ദുഷ്ടൻ നമ്മളെ നയിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ദുഷ്ടൻ്റെ ഉപദേശങ്ങളിൽ നടക്കാത്തവൻ. അവൻ എപ്പോഴും നന്മയിലേക്കല്ല വിരൽ ചൂണ്ടുക, ദുഷ്ടതയിലേക്കാണ്. നിന്റെ ഭാവി ഇരുളടഞ്ഞു പോകും. അതുകൊണ്ട് എടുത്തു പറയപ്പെടുകയാണ്, ദുഷ്ടൻ്റെ ഉപദേശത്തിൽ നടക്കരുത്. അത് നമുക്ക് പ്രായം കൂടുന്തോറും ദുഷ്ടന്റെ കൂടെ നിന്ന് അകന്നു നിൽക്കുവാൻ ശ്രദ്ധിക്കണം. കുട്ടിയായിരിക്കുമ്പോൾ, ചെറുപ്പമായിരിക്കുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതിനാണ് കുട്ടികളുടെ മേൽ എപ്പോഴും മാതാപിതാക്കന്മാരുടെ ശ്രദ്ധയുണ്ടാകണം, അധ്യാപകരുടെ ശ്രദ്ധയുണ്ടാകണം, കൂട്ടായ്മകളുടെ ശ്രദ്ധയുണ്ടാകണം. തെറ്റായി മാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് കണ്ടാൽ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു അഭിവാഞ്ച നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കണം. സ്വന്തം കുട്ടികളിൽ പോലും തെറ്റായ പ്രവണതകൾ ഉണ്ടാകാം. ദേഷ്യം വരുമ്പോൾ അവർ കാണിക്കുന്ന ചില രീതികൾ, ഒന്നില്ലെങ്കിൽ മാതാപിതാക്കന്മാരെ തല്ലുക, അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ തല്ലുക, സാധനങ്ങൾ വലിച്ചെറിയുക, അതിനൊക്കെ നിയന്ത്രണം ചെറുപ്പത്തിലെ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും ആ കുട്ടികൾ അറിഞ്ഞു ചെയ്യുന്നതല്ല. അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ നിന്ന് അവരിലേക്ക് ഉടലെടുക്കുന്ന ഒരു വിരോധത്തിൻ്റെ പ്രതിഭാസമാണ്. അവയെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കേണ്ടത് മറ്റുള്ളവരുടെ ആവശ്യകതയും കൂടിയാണ്. കാരണം ആ കുഞ്ഞിനെ നന്നായി വളർത്തിയെടുക്കുക എന്നുള്ളത് അവരുമായി ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ്. അതുകൊണ്ട് ദുഷ്ടരുടെ ഉപദേശത്തിൽ നമ്മൾ നടക്കാതിരിക്കുക. ചെറുതായ കാലഘട്ടം മുതൽ മുതിർന്ന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ തന്നെയും നമ്മൾ പക്വതയിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കണം. രണ്ടാമതായി പറയുന്നത്, പാപികളുടെ വഴിയിൽ നിൽക്കാത്തവൻ. പാപികളുടെ വഴിയിൽ നിന്നാൽ അവൻ പാപത്തിൻ്റെ മാർഗം മാത്രമേ അവനെ അറിയാവൂ. അവൻ ആ മാർഗത്തിലേക്ക് നമ്മൾ നയിക്കും. നമ്മൾ ആ ചതിയിൽ പെട്ടുപോകും. അതുകൊണ്ട് പാപികളുടെ വഴിയിൽ നമ്മൾ നിൽക്കരുത്. മൂന്നാമതായി, പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കരുത്. പരിഹാസകരുടെ കൂട്ടം കൂടി ഒന്നില്ലെങ്കിൽ കലുങ്കിലോ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വാർക്ക തൂണുകൾ വഴിയിലുണ്ടെങ്കിൽ ഒക്കെ പിടിച്ചിട്ട് അവിടെയൊക്കെ ഇരുന്ന് സൊറ പറഞ്ഞ് മറ്റുള്ളവരുടെ കളപറച്ച് നാട്ടുകാരെയും അതിലെ പോകുന്നവരുടെ കുറ്റം പറഞ്ഞ് രസിക്കുകയും അവിടെ ഇരിക്കുന്ന ഒരു പീഠത്തിൽ നിനക്കൊരു സ്ഥാനം ലഭിക്കുകയും ചെയ്യുമ്പോൾ നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. കാരണം അവിടെ പറയുന്നത്, പരിഹാസകരുടെ പീഠത്തിൽ നീ ഇരിക്കരുത്. നീ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നിന്റെ ആത്മാവ് വേദനിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വ്യക്തിയുടെ ഉള്ളിലും ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നാൽ അവനെ ദൈവനീതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഇണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു ആത്മാവ് അവൻ്റെ ഉള്ളിലുണ്ട്. ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയിട്ട് പറയും, എനിക്കെതിരെ ഇതാ മറ്റുള്ളവർ കുറ്റം ആരോപിക്കുന്നു. ആ ദൈവസന്നിധിയിലേക്കാണ് അവൻ്റെ ആത്മാവിൻ്റെയും പ്രാർത്ഥന എത്തുക. അതുകൊണ്ട് നമ്മൾ പരിഹാസകരുടെ പീഠത്തിലിരുന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പരിഹസിച്ച് നമ്മൾ ജീവിക്കരുത്.
നമ്മൾക്കാകാവുന്ന ശുശ്രൂഷകൾ ചെയ്ത് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിനടുത്ത ജോലികൾ ചെയ്ത് കുടുംബത്തിനെയും സമൂഹത്തെയും പടുത്തുയർത്തുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ ഒരിക്കലും നാം പുറകോട്ട് പോകരുത്. കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം അതിനായി നമ്മൾ വിനിയോഗിക്കണം. പ്രൈസ് ലോർഡ്. 3 കാര്യങ്ങളാണ് എടുത്തു പറയപ്പെട്ടത്. 1, ദുഷ്ടരുടെ ഉപദേശത്തിൽ നടക്കരുത്. 2, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. 3-ാമതായി പറയുക, പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കരുത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് നമുക്ക് ചേർത്ത് വെക്കാം. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് മാപ്പ് അപേക്ഷിക്കാം. കാരണം നമ്മളെ തിന്മയിലേക്ക് തള്ളിവിടുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. തിന്മയിലായിരിക്കുന്നവനെയും ചേർത്ത് പിടിക്കുന്ന ഒരു പുത്രൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ നൽകുന്ന, അംഗീകാരം നൽകുന്ന, അധികാരം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ഈശോയുടെ പക്കലേക്കാണ് നമ്മൾ ചേർന്നണയുക. ദൈവമേ, ഞങ്ങളുടെ മേഖലകളിൽ വന്ന തെറ്റുകൾക്ക് ഞങ്ങൾ അങ്ങോട്ട് മാപ്പ് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ ചൊരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥ, ജോലിയില്ലാതെ വേദനിക്കുന്ന അനേകം മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. വിദേശത്തായിട്ടും ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, നാഥ, അവരുടെ കണ്ണീർ കണങ്ങൾ നീ ഒന്ന് കാണണമേ. പ്രവാചകന്മാരിലൂടെ നീ അരുളിച്ചെയ്തിട്ടുണ്ടല്ലോ, നിന്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന്. ദൈവമേ, അതിന് പ്രതിഫലം നീ കൊടുക്കണമേ. അവരെ നീ അനുഗ്രഹിക്കണമേ. അവർക്ക് നല്ല ജോലി കൊടുത്ത് ജീവിതത്തെ ഭദ്രമാക്കണമേ. ആത്മീയമായി മുന്നേറുവാനുള്ള ശക്തി അവർക്ക് കൊടുക്കണമേ. കുടുംബങ്ങളിൽ, പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ പ്രാർത്ഥന നിരന്തരം ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.